ഡിയേഴ്സ് 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാ സജി. ഇന്ന് നമ്മൾ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 22ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ബിഫോർ യുവർ ഐസ് എന്നുള്ളതാണ്. റോണ്ട ബേൺ ഇതിൽ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അവർ തൻ്റെ പ്രധാനപ്പെട്ട 10 ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. എന്നിട്ട് അത് തൻ്റെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിക്കുമായിരുന്നു. അതിനുശേഷം ഓർമ്മ വരുമ്പോഴെല്ലാം ആ പോക്കറ്റിൽ നിന്നും ആ പേപ്പർ എടുത്ത് ലക്ഷ്യങ്ങൾ ഒരു തവണ വായിക്കും. അതിനുശേഷം ആ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിയതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിന് നന്ദി പറയുകയുമാണ് പിന്നീട് ചെയ്തിരുന്നത്. അങ്ങനെ ആ 10 ലക്ഷ്യങ്ങളും വളരെ വേഗം നടന്നു കിട്ടി എന്നാണ് റോണ്ട ബേൺ ഇതിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാജിക്കലി ഓരോ ആഗ്രഹങ്ങളും തൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി, അതായത് റിയാലിറ്റിയിലേക്ക് വന്നു എന്നാണ് റോണ്ട ബേൺ പറയുന്നത്. അപ്പോൾ ഓരോ ആഗ്രഹങ്ങളും നടന്നു കിട്ടിക്കഴിയുമ്പോൾ ആഗ്രഹത്തിന് നേരെ ടിക്ക് മാർക്കിട്ട് ആ ലിസ്റ്റിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ എഴുതി ചേർക്കുകയാണ് റോണ്ട ബേൺ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റ് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുക. ശേഷം നിങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോവുക. പേഴ്സിലോ ബാഗിലോ പോക്കറ്റിലോ വയ്ക്കുക. ദിവസത്തിൽ 2 തവണ എടുത്തു നോക്കുക. ഓരോ ആഗ്രഹങ്ങളും വായിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. അതിനുശേഷം നന്ദി പറയുക. അതിനുള്ള പ്രവർത്തികൾ നിങ്ങൾ ഉടനെ തന്നെ തുടങ്ങുക. അതെല്ലാം നടന്നിരിക്കും. ഇന്ന് നമ്മൾ നടത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ നാളെ ചെയ്യുക. ഇത് ഓരോ ദിവസവും നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗം നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും കൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.